സണ്ണി, ആയിരിക്കുന്ന അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ? ആണെന്ന് തോന്നുന്നു. അതാരാ ഗുരുച്ച പോലീസുകാരൻ? അത് സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ. സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സോളമൻ തന്നെയല്ലോ, കിങ് സോളമൻ ഒന്നും അല്ലല്ലോ. ഹലോ സബ് ഇൻസ്പെക്ടർ. ആ, എന്തോന്നാടാ പേര് പറഞ്ഞേ? ഓ, സോളമൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ ആം ഡെന്നിസ്. അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ. ഞാൻ ഡെന്നിസ്, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ, ex-MLA ഉമ്മച്ചന്റെ ബ്രദർ. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ. അനിയൻ പോയിട്ട് പിന്നെ വാ, ഞാനൊരല്പം തിരക്കിലാണ്. പിന്നീട് വരാൻ ഒക്കത്തില്ല, തന്നേക്കാളും തിരക്കില്ല ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയല്ലോ സോളമ. ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജും അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ്. അത് താനങ്ങനെ കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞു. കയ്യെടുക്കടാ. സ്റ്റൈലാക്കല്ലേ. സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരെ വാ. ടെന്നീസ് ആരാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടുത്തായോ? പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനും ഒക്കെ നിന്റെ കുടുംബത്തിൽ മതി. വെളിയിൽ ഇറക്കിയാലുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും. റാസ്കൽ. ആ അതെ, ഇല്ല ഞാൻ റോബിനാ. ഉമ്മച്ചനകത്ത് ബിഷപ്പുമായിട്ട് സംസാരത്തിലാ. ആ കുറെ നേരമായി, ഇപ്പൊ ഇറങ്ങാറേ കാണും. ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ്. ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്താ ഉമ്മച്ച? പിതാവിന് അറിയാത്തല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും CC പ്ലാന്റേഷന്റെ MD എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ. അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഞാൻ ഇറങ്ങുന്നു. എന്തായി? അവനോട് പോകാൻ പറ. അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില്. ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചം പോരാ. അതവൻ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചായനങ്ങ് വന്നേ. എന്താടാ? വീട്ടിൽ നിന്ന് നിശ്ചയി കുറെ തവണ വിളിച്ചു, പിന്നെ ഓഫീസിൽ നിന്ന് സീവറും. ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ. കാര്യം എന്നാന്ന് പറയടാ. ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് എത്തിയായിരുന്നു. പക്ഷേ രാത്രി ക്ലബിൽ വെച്ചെന്തോ കശപിച്ച. ആ പുതിയ SI ഇല്ലേ, അയാളുമായിട്ട് ലോക്കപ്പിലാ 4 പേരും. ഇതേവരെ വിട്ടിട്ടില്ല.
കറിയാച്ചൻ ഇല്ലായിരുന്നോടെ പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന്? കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലുമായിട്ട്. പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണമെന്ന് ഒറ്റ വാശിയിൽ അയാൾ ആ എസ് ഐ. ഉമ്മച്ചൻ സാറേ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ക്ലബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ക്ലബും മദ്യമൊക്കെ പിന്നെ എന്നാത്തിനാ? പിന്നെ ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞ അതും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ മോൻ ഉമ്മച്ചന്റെ അനിയൻ. പക്ഷെ ഈ സോളമന്റെ ദേഹത്ത് തൊട്ട ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം, പരുപ്പ് ഞാൻ എടുക്കും. അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ. പൗലോസേ, ആ പിള്ളേരെ ഇറക്കി വിട്ടേര്. പോയിക്കോ. അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ ഒരുങ്ങിയിരുന്നോളാം. നീ വണ്ടിയിലോട്ട് കയറി, ഞാനെത്തി. സോളമ, ഞാനിവിടുത്തെ XMLA ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക്. ചത്തുപോയ എന്റെ അപ്പൻ പ്ലാന്റർ ചാക്കോച്ചന്റെ പേരും വേണ്ട. പക്ഷെ നീ കൈവച്ചത് ഉമ്മച്ചന്റെ അനിയന്റെ മേല. നിന്റെ കൈയ്യു കൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ. അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും. നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. ഉമ്മച്ച, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറും. താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നു ഒരുത്തൻ. സോളമ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ. അടിനാഭിക്കിട്ട ആദ്യത്തെ തൊഴി സാറേ എന്ന് വിളിക്കണം. സബ് ഇൻസ്പെക്ടർ സാറേന്ന്. മനസ്സിലായോ? പിന്നെ അവന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ നിന്റെ ചോരയുടെ കാര്യം. ചോര ആരാന്റെ ആണേലും അവനവന്റെ ആണേലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറ തൂവിപ്പോവും. ചോരയാന്നേ ഒരിക്കൽ തറയെ വീണു പോയാൽ രണ്ടാമത് കോരിയെടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല. അതോർത്തിരുന്നാ മതി. പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും. എന്നാ ഉമ്മച്ചൻ ചെല്ല്, ഞാൻ വിളിച്ചോളാം. പൗലോച്ച, ആരേലും വിട്ടൊരു ചായ തരാൻ പറ. തോമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. വരണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പിന്നെ ആ വിചാരം അങ്ങ് മാറാൻ എന്നതാടാ കാര്യം? ഒറ്റ തവണ കൂടി ആവാന്ന് വിചാരിച്ചു. അതും കളരിമുറ്റത്തേക്കില്ല, ഇവിടെ പള്ളി വരെ ഉള്ളൂ. ഈ ഒറ്റ തവണ കൂടി മതിയാവൂ. അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാനുണ്ടായെന്ന് വരത്തില്ല. തോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിന്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന്
നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച. വലിയൊരു തുക ചെലവുള്ള കാര്യമാണ്. യാമിന കൊച്ചിന്റെ കാര്യം നീ ഏറ്റെടുക്കണം. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ നിന്നാച്ചോ വലിയ നിക്ഷേപം ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുകയല്ല. പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ നോക്കാം. എടാ മോനെ, ഇതെനിക്ക് സിമിത്രിയിലിട്ട് പോകുമ്പം കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല. കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ച് നീ ഉണ്ടാക്കുന്ന കാശിൽ നിർത്തുക. ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുമെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനി അതേ കയറി തൂങ്ങണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം. അതിന് കിഴിക്കെട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ കുഴിച്ചിട്ട് മുളപ്പിക്കോ എന്നതാന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. 2 ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതുങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞിട്ടാ. സോളമ 2 വയറ്റിൽ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരല്ലാണ്ട് വരികയില്ലല്ലോ. 2 ആഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ. ഇനി എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല. ആയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ കാര്യം പറ. ഞാനിപ്പോ എന്നാ വേണമെന്ന്? കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം. ശരി, കാണാം. പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത്. അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ പറ. പെണ്ണിന് എന്നാത്തിന്റെ ഇച്ചായ വന്നു. സോളമൻ ഇച്ചായ. എന്നാലും എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ. എന്റെ മോൻ ക്ഷമിക്കണം. മഹാഭാവിയായ ഈ അപ്പനോട് കഴിഞ്ഞതൊക്കെ മറക്കണം. ഇവർക്ക് ഇനി നീയേ ഉള്ളൂ. അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. നിന്റെ പെങ്ങന്മാരായവരെ എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം 18 കഴിഞ്ഞു. അതിന് മുൻപോ പിൻപോ എനിക്കൊരപ്പനുണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനൊരു പുതിയ ബന്ധം എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ സോളമൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ കൈകൊണ്ടൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട് വേണ്ട.